السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. റമദാൻ മാസത്തിൽ നാം ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിധിവിലക്കുകളും മര്യാദകളും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ കിതാബിൽ നമ്മൾക്കിനി വായിക്കാനുള്ള വിഷയം ഹിഫ്ളുൽ വഖതി ഫി റമദാൻ എന്നുള്ള വിഷയമാണ്. റമദാനിൽ സമയം പരമാവധി കാത്തു സൂക്ഷിക്കുക എന്നുള്ള വിഷയം. അതിനെ സംബന്ധിച്ച് ഇവിടെ ആദ്യം പറയുന്നത്, നമ്മുടെ സമയം എന്നുള്ളത്, ഒരു മനുഷ്യന്റെ സമയം എന്നുള്ളത് അതാണ് അവന്റെ ആയുസ്. ശരിക്കും ഈ സമയം അത് വളരെ വേഗത്തിൽ കടന്നു പോകുന്ന ഒന്നാണ്. അതാരെയും കാത്തു നിൽക്കാറില്ല. എല്ലാ ദിവസവും അത് പകലാകുന്നത് അതിന്റെ സമയത്ത്, നിശ്ചയിച്ച സമയത്ത് തന്നെ അത് പകലാവുകയും അതിന്റെ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ അത് രാത്രിയിലേക്ക് കടക്കുകയും പിന്നെ ആ രാത്രി അതിന്റെ നിശ്ചയിച്ച സമയത്ത് തന്നെ വീണ്ടും പകലായി തീരുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സമയം എന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. സമയം എപ്പോഴും വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ എത്രയോ സമുദായങ്ങൾ, സമൂഹങ്ങൾ, നൂഹ് അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹത്തിന് ദഅവത്ത് ചെയ്തത് മാത്രം, തൗഹീദിലേക്ക് ക്ഷണിച്ചത് മാത്രം 950 വർഷമാണ്. അതല്ലാത്ത കാലഘട്ടം അദ്ദേഹം നബി ആകുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹത്തെ ദഅവത്ത് ചെയ്തത് മാത്രം 950 വർഷമാണ്. അതുപോലെ ഒരുപാട് സമൂഹങ്ങൾ, സമൂദ് ഗോത്രക്കാര്, ആദ് ഗോത്രക്കാര്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ സമൂഹം, ഇങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ, മൂസ അലൈഹി ഇസ്ലാമിയുടെ സമൂഹം, അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് വിഭാഗങ്ങൾ, ഇവരെല്ലാവരും വളരെ പെട്ടെന്ന് കടന്നുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സമയം ഇതേപോലെ തന്നെ അവരിൽ നിന്ന് എങ്ങനെയാണോ കടന്നു പോയത് അതേപോലെ തന്നെ നമ്മളിൽ നിന്നും കടന്നു പോകും. നമുക്ക് ഒരിക്കലും അവരെല്ലാവരും മരണപ്പെട്ടിരിക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇവിടെ എന്നേക്കുമായി നിലനിൽക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. റസൂലെ, താങ്കൾ മരണപ്പെടുകയും എന്നിട്ട് അവർ കാലാകാലം ഇവിടെ ജീവിക്കുകയും ചെയ്യുമോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ, ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരിക്കലും മരിക്കാതെ എല്ലാ കാലവും ജീവിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ജീവിക്കപ്പെടാൻ ഏറ്റവും അധികം അർഹനായിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിനർത്ഥം എന്താ? ഒരാളും ഈ ദുനിയാവിൽ മരിക്കാതെ ബാക്കിയാവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ദിവസവും രാത്രിയും, അത് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, നമ്മൾ മടി കാണിച്ചാലും ഒന്നും ചെയ്യാതെ ഇരുന്നാലും, എങ്ങനെയാണെങ്കിലും നമ്മൾ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചാലും ഒരുപാട് ഉന്മേഷം കാണിച്ചാലും എങ്ങനെയാണെങ്കിലും ഈ രാവും പകലും സമയം എന്നുള്ളത് നമ്മളിലൂടെ വളരെ വേഗത്തിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്നുള്ളത് അത് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ കൂടെ ഈ ഒരു മാസത്തിൽ നമ്മൾ വളരെയധികം അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം നമുക്കറിയാം, ബാക്കിയുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലേത് പോലെയല്ല റമദാൻ മാസത്തിലുള്ള സമയം. നമുക്ക് ബാക്കിയുള്ള സമയത്ത് നമ്മളൊരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ് പറയുന്നതിന്റെ 1000 ഇരട്ടി പ്രതിഫലം റമദാനിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കിട്ടും.
എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് സമയം പോകുന്നതിനേക്കാൾ നല്ല ഹൈറ് കൊണ്ടല്ലാതെ നമ്മുടെ സമയം തീർന്നു പോകുന്നതിനേക്കാൾ നമുക്ക് പ്രയാസമുണ്ടാകേണ്ടത്, അല്ലെങ്കിൽ മനസ്സിന് വിഷമം ഉണ്ടാകേണ്ടത്, ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് റമദാനിൽ നമ്മുടെ സമയം ഒരു നന്മയിലല്ലാതെ കടന്നു പോകുമ്പോഴാണ്. കാരണം അത്രയും നമുക്ക് വലിയ ഗുണങ്ങൾ, ഹൈറുകൾ, ആഖിറത്തിൽ പ്രതിഫലങ്ങൾ, വലിയ ലാഭങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഈ സമയം നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് അത് വലിയ നഷ്ടം തന്നെയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ സമയം വെറുതെ പോകുന്നത് നഷ്ടം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും 1000 മടങ്ങ് പ്രതിഫലം എല്ലാ നന്മകൾക്കും കിട്ടുന്ന ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഈ സമയം നമ്മളിൽ നിന്ന് കടന്നു പോവുക എന്നുള്ളത് അങ്ങേയറ്റം നമുക്ക് വിഷമം ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമായി നമ്മൾ കണക്കാക്കുകയും അത് വളരെയധികം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയുമാണ്. നമുക്കറിയാം, നമുക്ക് എത്രയോ റമദാനുകൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇന്നലെ എന്നോണം ഒരുപാട് വർഷങ്ങളിൽ റമദാൻ, നമ്മൾ ഓരോ റമദാൻ വരുമ്പോഴും നമ്മൾ വിചാരിക്കുക ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണം, ഈ റമദാൻ ഏറ്റവും മികച്ചതാക്കണം, ഈ റമദാനിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ ഓരോ റമദാൻ വരുമ്പോഴും നമ്മൾ കണക്കാക്കിയ എത്രയോ റമദാനുകൾ നമ്മളിൽ നിന്ന് ഇന്നലെ എന്നോണം കടന്നുപോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറ്റി നമ്മൾ ശരിക്കും കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വേണം. ഇതിങ്ങനെ തന്നെയാണ് സമയം. അത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ വളരെ പ്രായമുള്ള ആളുകൾ ഇന്നലെ എന്നോണം ചെറുപ്പത്തിൽ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നൊരവസ്ഥ, അത് വളരെ 60 70 പ്രായമെത്തിയ ആളുകളോട് ചോദിച്ചാൽ പോലും അവരവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ടെന്നാ പറയും. അത് അങ്ങനെയാണ്. സമയം അല്ലെങ്കിൽ കാലം എന്നുള്ളത് അത് വളരെ വേഗത്തിൽ നമ്മളെ വിട്ടു പോകുന്നതാണ്. അപ്പോ ഈ വിട്ടു പോകുന്ന ഈ ഒരു സമയം ഇത് നമ്മൾക്ക് അറിയിച്ചു തരുന്നത്, നമ്മൾ ഓരോ ദുനിയാവിലെ ഓരോ സെക്കൻഡ് നമ്മൾക്ക് കുറയുമ്പോൾ നമ്മൾ ആഖിറത്തിലേക്ക് ഓരോ സെക്കൻഡ് അടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ 1 മണിക്കൂർ കൂടുതൽ ആഖിറത്തിലേക്ക് അടുക്കുകയാണ്, നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ മരിക്കാനുള്ള അവധിയിൽ നിന്ന് ഒരു ദിവസം കുറയാണ്. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ മരിക്കാനുള്ള സമയത്ത് നിന്ന് 1 വർഷം വീണ്ടും കുറയാണ്. പക്ഷെ നമ്മൾ ഈ ദുനിയാവിനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മൾ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മളെ ഈ കാലം എന്ത് ചെയ്യാണ്, ദുനിയാവിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, ആഖിറത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ഇവിടെ അതിനെ അറിയിക്കുന്ന ഒരുപാട് അസറുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, 4ാമത്തെ ഖലീഫ, നമുക്കൊക്കെ അറിയുന്ന പ്രമുഖനായ സ്വഹാബി. അദ്ദേഹം പറയാണ്, ഇർത്തഹലത്തി ദുനിയാ മുദ്ബിറത്തൻ, ദുനിയാവ് പുറകോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ദുനിയാവ് പുറകിൽ വിട്ടെന്ന് വെച്ചാൽ അതിന്റെ ആയുസ് കുറച്ച് 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 പോവാണ്. അതുപോലെ തന്നെ വർത്തഹലത്തിൽ ആഖിറത്തു മുഖബിലത്തൻ, ആഖിറം അത് മുൻപിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആഖിറുമായിട്ടുള്ള ദൂരം കുറഞ്ഞു 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 വരികയാണ്. വലി കുല്ലി വാഹിദത്തി മിൻഹുമാ ബനൂൻ, ഇത് രണ്ടിനും, ദുനിയാവിനും ആഖിറത്തിനും രണ്ടിനും അതിൻ്റെതായിട്ടുള്ള സന്തതികളുണ്ട്. ദുനിയാവിന് ദുനിയാവിന്റെ സന്തതികളുണ്ട്, ആഖിറത്തിന് ആഖിറത്തിന്റെ സന്തതികളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണം, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാകണം, അതിൽ നിങ്ങൾ പെടാൻ ശ്രദ്ധിക്കണം. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളിൽ പെടരുത്. എന്നുവെച്ചാൽ ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അവർ ദുനിയാവിന്റെ സന്തതികളാണ്. എന്നാൽ ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അവർ ആഖിറത്തിന്റെ സന്തതികളാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, കാരണം ഇന്ന് എന്നുവെച്ചാൽ ദുനിയാവിലെ ഈ ജീവിതം
ഇവിടെ എന്തേ ഉള്ളൂ, ഈ ജീവിതത്തിൽ അമല് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിസാബില്ല, വിചാരണയില്ല. പക്ഷേ വഗദൻ ഹിസാബുൻ വല അമൽ, നാളെ ആഖിറത്തിൽ അവിടെ ഹിസാബ് മാത്രമേ ഉള്ളൂ, അവിടെ അമലില്ല. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യണം. നമുക്ക് ഇതേ ഒരു ചാൻസ് ഉള്ളൂ. നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലതും ആഗ്രഹിക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് കൂടുതൽ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു ആയത്ത് കൂടുതൽ പാരായണം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അവിടെ എന്തില്ല, അമല് ചെയ്യാൻ സാധിക്കില്ല. സലഫുകൾ പറയാറുണ്ട്, ഖബറാളികളോട്, ഖബറിൽ പ്രവേശിപ്പിക്കപ്പെട്ട മരിച്ചുപോയ ആളുകളോട്, അവർക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവര് പറയുക എന്താ, റമദാനിലെ ഒരു ദിവസം, റമദാനിലെ ഒരു ദിവസം. കാരണം ആ ഒരു ദിവസം അവർക്ക് ഈ ആഖിറത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദുനിയാവിലെ അവർക്ക് ആ ഒരു ദിവസം കിട്ടിയാലേ അതിലെന്തെങ്കിലും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അത് ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾക്ക് ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥലം എന്നുള്ളത് ഈ ദുനിയാവാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പലതും നമ്മൾക്ക് ചെയ്യണം തോന്നും. കാരണം നമ്മൾ കൺമുന്നിൽ കാണുക മലക്കുൽ മൗത്തിനെയും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളെയും, അതുപോലെ തന്നെ ആ ബർസഖിയായ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണുക. ഇതൊക്കെ നേരിട്ട് കാണാൻ തുടങ്ങുമ്പോൾ എത്ര വിശ്വാസമില്ലാത്ത ആളും അള്ളാഹുവിനെ ധിക്കരിച്ച എത്ര വലിയ കാഫർ പോലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഒന്ന് കൊതിക്കും, ആഗ്രഹിക്കും. പക്ഷേ അപ്പോ അമല് ചെയ്യാൻ സാധിക്കൂല. ഇനി ചെയ്താലൊട്ടത് സ്വീകരിക്കപ്പെടൂല. അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിറഔനിന്റെ പര്യവസാനം. എത്രയോ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി മൂസ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിട്ടും അള്ളാഹു സുബ്ഹാനഹു വിശ്വസിക്കാൻ തയ്യാറാകാതെ അഹങ്കാരം നടിച്ച് നടന്ന ഫിറഔൻ, ആ ഫിറഔൻ മരിക്കുന്ന സമയത്ത് തന്റെ മുകളിൽ ആ തിരമാലകൾ വന്ന് വീഴാൻ ആരംഭിച്ച സമയത്ത് ഫിറഔന് പറയാണ്, ഞാനിതാ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ള തിരിച്ചു ചോദിക്കുകയാണ്, ആന, ഇപ്പോഴോ? ഇപ്പോഴോ? കാരണം ആ സമയത്ത് ഏതൊരാളും എന്ത് ചെയ്യും, വിശ്വസിക്കാൻ തയ്യാറാവും, പ്രവർത്തിക്കാൻ താല്പര്യപ്പെടും. പക്ഷെ അപ്പോ വിശ്വസിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പ്രവർത്തിക്കണം. ഇപ്പോഴേ അതിനൊരു ചാൻസ് നമുക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജീവിതം എന്നുള്ളത് നമ്മൾക്ക് അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള ഗോൾഡൻ ചാൻസ്, ഒരേ ഒരു ചാൻസാണ്. ഈ ഒരു ചാൻസ് നമ്മൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഖേദിക്കും. നമ്മൾ നമ്മുടെ വിരലുകൾ കടിക്കും. ഇവിടെ അതറിയിക്കുന്ന മറ്റൊരു അസർ കൊടുക്കുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഇന്ന ദുന്യ ലൈസത് ബിദാരി ഖറാരിക്കും, ഈ ദുനിയാവെന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് എന്നെന്നും നിൽക്കാനുള്ളൊരിടമല്ല. ദാറുൻ കതബല്ലാഹു അലൈഹൽ ഫന, ഈ ദുനിയാവ്, അതിന്റെ പ്രത്യേകത അള്ളാഹു നാശം നിശ്ചയിച്ച ഒരു സ്ഥലമാണ്, ഒരു ഇടമാണ് ഈ ദുനിയാവ്. എന്തായാലും നശിക്കും. വകതബ അലാ അഹ്ലിഹ മിൻഹ വഅൻ ഐ അൽ ഇർതിഹാൽ, അതിന്റെ ആളുകളുടെ മേൽ അള്ളാഹു അതിനെ വിട്ടു പോവുക എന്നുള്ള കാര്യം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോ മുഴുവൻ വായിക്കുന്നില്ല, അതില് ബന്ധപ്പെട്ട ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല ഈ ദുനിയാവ്. നമ്മുടെ ആയുസ് എന്നുള്ളത്, സമയം എന്നുള്ളത്, ഇത് വളരെ പെട്ടെന്ന്, ഇത്രത്തോളം ഹസൻ ബസരി റഹിമുള്ള പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ എന്നുള്ളത് തന്നെ കുറച്ച് സമയങ്ങൾ ചേർന്നതാണ്.
ഒരു മനുഷ്യൻ എന്നുള്ളത് കുറച്ച് സമയങ്ങൾ ചേർന്നതാണ്, കുറച്ച് ദിവസങ്ങൾ കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ. അവനിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ അവൻ തന്നെ കുറച്ച് ഇല്ലാതായി പോകുന്നത് പോലെയാണ്. എന്നുവെച്ചാൽ അവന്റെ ആ നിശ്ചയിക്കപ്പെട്ട ആയുസ് തീർന്നു പോകുമ്പോൾ അവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ കുറച്ച് ദിവസങ്ങൾ കൂടി ചേർന്നതാണ്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ അതൊരു മാസത്തിൽ നിന്ന് എന്ത് ചെയ്യും, വളരെ വലിയൊരു ഭാഗം കുറയ്ക്കും. ഒരു മാസം കഴിഞ്ഞു പോയാൽ ഒരു വർഷത്തിൽ നിന്ന് വലിയൊരു ഭാഗം അത് കുറയ്ക്കും. ഒരു വർഷം കഴിഞ്ഞു പോയാൽ അത് ആയുസ്സിൽ നിന്ന് എന്ത് ചെയ്യും, വലിയൊരു ഭാഗത്തെ കുറയ്ക്കും. ഇവിടെ കൊടുക്കുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം പറയണം, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു കാര്യത്തിലും ഇത്രയധികം എനിക്ക് വിഷമമുണ്ടായിട്ടില്ല. ഏത് കാര്യത്തെ പോലെ? ഒരു ദിവസം, ആ ദിവസത്തിലെ സൂര്യൻ അസ്തമിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ആ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ എൻ്റെ ആയുസ്, എൻ്റെ അവധി കുറയുന്നുണ്ട്, പക്ഷെ എൻ്റെ അമലുകൾ വർദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസത്തെ പറ്റി ഞാൻ സങ്കടപ്പെട്ടതുപോലെ ഒരു കാര്യത്തെ പറ്റി ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. പക്ഷെ അവരത്രത്തോളം ആ സമയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് കൊടുക്കുന്നുണ്ട്, അദറക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. അദ്ദേഹത്തിന്റെ ആളുകളോട്, ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ സ്വഹാബത്തിനെ പറ്റിയേ പറയാം. അവര് നിങ്ങളുടെ ദിർഹമുകളും ദീനാറുകളും അതിനോട് എത്രത്തോളം നിങ്ങൾ താല്പര്യം കാണിച്ചിട്ടുണ്ടോ, അതിനെത്രത്തോളം നിങ്ങൾ പരിഗണിക്കുമോ, എത്രത്തോളം നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ സൂക്ഷിക്കുമോ, അതിനേക്കാളും അവരുടെ സമയങ്ങളെ പാഴാക്കാതെ സൂക്ഷിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ സ്വഹാബത്തിനെ പറ്റി പറയാം. പക്ഷെ ഒരു മനുഷ്യൻ അവൻ ഈ ആയുസിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റെന്തെന്നിനേക്കാളും പിശുക്ക് കാണിക്കുക അവന്റെ സമയത്തിന്റെ വിഷയത്തിലായിരിക്കും. മറ്റെല്ലാ കാര്യത്തെക്കാളും അവൻ അവന്റെ സമ്പത്ത് ചെലവായി പോകുന്നതിലും മറ്റുള്ള ദുനിയാവിന്റെ ആളുകൾ കാണിക്കുന്നത് പോലുള്ള പിശുക്കിനേക്കാൾ അവൻ പിശുക്ക് കാണിക്കുക അവന്റെ സമയം നഷ്ടപ്പെടുന്നതിലായിരിക്കും. ഈ അർത്ഥം വരുന്ന വേറെയും ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ 2-3 അസറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് സമയത്തിന്റെ പ്രാധാന്യം, അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെയാണ്. ഇതൊക്കെ അറിയിക്കുന്ന വേറെ ഹദീസുകളും ആയത്തുകളൊക്കെ ധാരാളം ഉണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലെന്താ, ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങളെ 5 അവസ്ഥകൾക്ക് മുമ്പായി നീ ഉപയോഗപ്പെടുത്തുക. പക്ഷെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 5 അവസ്ഥകൾ, ആ അവസ്ഥകൾ നിനക്ക് വന്നെത്തിച്ചേരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയിട്ടുള്ള 5 കാര്യങ്ങളെ നീ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത് നീ മുതലെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ശബാബത ഖബ്ല ഹറമിക്. വാർദ്ധക്യം നിനക്ക് എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. വാർദ്ധക്യം ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ക്ഷീണവും രോഗങ്ങളും, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഗ്രഹിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ള നമ്മൾ ഈ ഒരു അവസ്ഥ നമ്മൾ ഉപയോഗപ്പെടുത്താം, അത് മുതലെടുക്കാം. അതുപോലെ തന്നെ വസിഹതക ഖബ്ല സഖമിക്. നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. രോഗം വന്നു കഴിഞ്ഞാൽ എത്ര ചെറുപ്പക്കാരനാണെങ്കിലും അവന്റെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവന് പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല.
അപ്പൊ അങ്ങനെ ഒരു രോഗാവസ്ഥ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ രോഗമില്ലാത്ത ആരോഗ്യ അവസ്ഥ നീ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വഗിനാക ഖബല ഫഖരി, നിനക്ക് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ സമ്പന്നത നീ ഉപയോഗപ്പെടുത്തുക. ദാരിദ്ര്യം അത് എപ്പോഴും ആർക്കും വരാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരീക്ഷണമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് മറ്റുള്ള സദഖകൾ കൊടുക്കാനോ മറ്റുള്ള നല്ല കാര്യങ്ങളിൽ പങ്ക് കൊള്ളാനൊന്നും നമുക്ക് സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെ ആകുന്നതിന് മുമ്പ് ഇപ്പൊ നിനക്കുള്ള ധന്യത നീ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഫറാഗക ഖബല ശുഗലിക്, നീ തിരക്കുള്ള അവസ്ഥയിലാകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയം നീ ഉപയോഗപ്പെടുത്തുക. തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അങ്ങേയറ്റം ആ തിരക്കുകളും അതുമായി തന്നെ നമ്മുടെ ജീവിതം അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയം നീ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അവസാനം പറഞ്ഞത് വഹയാത്തക ഖബല മൗതിക്, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ഇതിന്റെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ ശരിക്കും അതിന്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ, ഇതില്ലാത്തൊരവസ്ഥ നമുക്ക് വരുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കത് എന്തായാലും വരും. മരണം എന്നുള്ളത്, അല്ലെങ്കിൽ രോഗം എന്നുള്ളത്, അതുപോലെ തന്നെ തിരക്കുകൾ എന്നുള്ളത്, അല്ലെങ്കിൽ ദാരിദ്ര്യമോ വാർദ്ധക്യമോ, ഇതൊക്കെ നമ്മൾക്ക് വരും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് മരണം, വാർദ്ധക്യമൊക്കെ എന്തായാലും വരും. അയിനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്തു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ എന്നാണ് അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അത് നിങ്ങൾ കെട്ടിയുയർത്തപ്പെട്ട ബലവത്തായ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾ മരിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ മരണത്തെപ്പറ്റി യഖീൻ എന്നാ പറഞ്ഞു, ഉറപ്പുള്ള കാര്യം. അതിലൊരു സംശയിക്കേണ്ട കാര്യമില്ല. ആരാണെങ്കിലും, എത്ര വലിയ പദവിയിലുള്ള ആളാണെങ്കിലും, എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും, എത്ര ശക്തിയുള്ള ആരോഗ്യമുള്ള എങ്ങനെയാണെങ്കിലും ഒരാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് തന്നെ മരണപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെപ്പറ്റി ചോദിക്കപ്പെട്ടിട്ടല്ലാതെ ഒരു മനുഷ്യന്റെയും കാൽപാദങ്ങൾ അവന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് അനക്കാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ഈ 5 ചോദ്യങ്ങൾ ഓരോ മനുഷ്യനും നേരിടേണ്ടി വരും. അതിന് കൃത്യമായ മറുപടി അവൻ പറയേണ്ടി വരും. എന്താണ് 5 ചോദ്യങ്ങൾ? അതിൽ ഏറ്റവും ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മുടെ വിഷയം ബന്ധപ്പെട്ടതാണ്. അൻ ഉമുരിഹി ഫീമ അഫ്നാഹു, അവന്റെ ആയുസ് അത് അവൻ എന്തിലാണ് തീർത്ത് കളഞ്ഞത്. വാൻ ഷബാബിഹി ഫീമ അബലാഹു, അവന്റെ ചെറുപ്പ കാലഘട്ടം അത് അവൻ എന്തിലാണ് പാഴാക്കി കളഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഹദീസ് ശ്രദ്ധിക്കണം. മൊത്തത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കുന്നു പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് അവന്റെ ചെറുപ്പ കാലഘട്ടത്തെ പറ്റിയാണ്. ചെറുപ്പ കാലഘട്ടം എന്നുള്ളത് ആയുസ്സിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ അതിനെപ്പറ്റി പ്രത്യേകം വീണ്ടും ചോദ്യമുണ്ടാകും. ഒരു കാര്യത്തെപ്പറ്റി ഒരു വട്ടം ചോദിച്ചാൽ തന്നെ നമുക്കതിന് മറുപടി പറയുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ യൗവനത്തെ പറ്റി, ചെറുപ്പ കാലഘട്ടത്തെ പറ്റി 2 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്ന് വെച്ചാൽ അതത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതത്രയും ഗൗരവമുള്ള വിഷയം. നമ്മുടെ ഈ ചെറുപ്പ സമയം, പ്രായം എത്തി അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തി വളരെയധികം ക്ഷീണവും രോഗങ്ങളൊക്കെ ആയി
അങ്ങേയറ്റം നമുക്ക് മറ്റൊരാളെ സഹായമില്ലാതെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ഈ സമയം എന്നുള്ളത്, ഇതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല 2 തവണ ചോദിക്കും. അതിവിടെ ഹദീസിൽ താഴെ കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. രണ്ട് അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഈ 2 അനുഗ്രഹങ്ങൾക്ക് യഥാവിധം ശുക്ർ കാണിക്കാൻ അധികം ആളുകൾക്കും സാധിക്കുന്നില്ല. ജനങ്ങളിൽ, മനുഷ്യ ജിന്ന വർഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ 2 അനുഗ്രഹങ്ങൾക്ക് യഥാവിധം നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഏതൊക്കെ 2 അനുഗ്രഹങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയാ മനുഷ്യന്മാര് കാണിച്ചു കൂട്ടാറ്? ആരോഗ്യവും ഒഴിവു സമയവും ഉണ്ടാകും. അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയതാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ അവന്റെ മനസ്സിന് താല്പര്യപ്പെടുന്ന വിഷയങ്ങളുടെ പുറകെയാണ് എന്ത് ചെയ്യുക? 99% ആളുകളും പോകുക. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സാഹചര്യം. പിന്നെയും കുറെയൊക്കെ ബോധം വരിക, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം പ്രായമായി അവസാന സമയമൊക്കെ ആവുമ്പോഴാണ് പലർക്കും ബോധം വരിക. അപ്പൊ അതിനെപ്പറ്റി ഖേദിക്കും, നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ശരി തന്നെ, അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് വേറൊരു സമയത്തും ചെയ്യാൻ പറ്റൂല, സാധിക്കൂല. നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഇപ്പോ അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിത് പിന്നെ കിട്ടൂല എന്നുള്ള ഉറപ്പ്, ആ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, മുതലെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിപ്പോ ആരോഗ്യവും ഇപ്പൊ ഒഴിവു സമയം ഉണ്ടെങ്കിൽ ഇത് പിന്നെ കിട്ടൂല. ഇതിപ്പോ കിട്ടിയ ആകെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇതിപ്പോ ഞാൻ വെറുതെ വിട്ട് കളഞ്ഞാൽ, എന്തെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഞാൻ അത് പാഴാക്കി കളഞ്ഞാൽ, ഇത് എന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടൂല എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തർ ശ്രദ്ധിക്കണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ വേണ്ടി ഒരു എളുപ്പ വഴി എന്നുള്ള നിലയ്ക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. എന്താണ്? നീ ഇനി ഒരു നിസ്കാരം നിസ്കരിക്കുന്ന വെച്ചാൽ നിന്റെ അവസാനത്തെ നിസ്കാരമാണ് ഇത് എന്ന രൂപത്തിൽ നീ നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസുകൾ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ 2 അനുഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നൊരു സന്ദർഭം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചിന്തിക്കുക, കണക്കാക്കുക, ഇതെനിക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന ഒരു ചാൻസാണ്. ഇനി എനിക്കൊരു ചാൻസ് ഇതുപോലെ കിട്ടിയില്ല എന്ന് വരാം. അത് നമുക്ക് അങ്ങനെ തന്നെ, അത് കേവലം ആലങ്കാരികമായിട്ട് പറയുന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, നീ രാവിലെ ആയാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, നീ വൈകുന്നേരമായാൽ രാവിലെയും അത് പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് പറയുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പില്ല. നമ്മൾ ആ രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ തുടരുന്നു നമുക്ക് പറയാൻ ഒരു ഗ്യാരണ്ടി നമുക്കില്ല, ആർക്കുമില്ല. വളരെ ചെറുപ്പ കാലഘട്ടമാണെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിലും അങ്ങേയറ്റം ഭദ്രമായ സ്ഥലത്താണ്, എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ, ഞാൻ ഒരുപാട് കാലം ജീവിക്കുന്ന പ്രതീക്ഷ വെച്ച് പുലർത്താൻ ഒരു ന്യായവും നമുക്കില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രതിഫലാർഹമായിട്ടുള്ള സന്ദർഭങ്ങളിൽ. റമദാൻ മാസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സന്ദർഭങ്ങളിലേതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടി പ്രതിഫലം
നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് സമയം പാഴാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകരുത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെയുള്ള സമയങ്ങൾ റമദാൻ മാസത്തെ പോലെ പ്രതിഫലാർഹമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റ് സമയങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട സമയങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ, കൂടുതൽ ജാഗ്രതയോടുകൂടെ, കൂടുതൽ ആവേശത്തോടുകൂടെ നാം ഓരോരുത്തരും ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രദ്ധിക്കണം. എത്രത്തോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ വെറുത്തിട്ടുണ്ട്, ഒരാളോട് കോപിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതിൽ അതിനറിയിക്കുന്ന അടയാളമാണ് അവന്റെ സമയം പാഴാക്കി കളയുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ വെറുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ കോപിച്ചിട്ടുണ്ട് എന്ന് അതറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അവന്റെ സമയത്തെ പാഴാക്കി കളയുക എന്നുള്ളത്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കൊടുത്തിട്ടുണ്ട്, ഇദാഅത്തുൽ വഖതി അശദ്ദു മിനൽ മൗത്ത്. സമയം പാഴാക്കുക എന്നുള്ളത് മരണത്തിനേക്കാൾ കഠിനമായിട്ടുള്ള കാര്യമാണ്, പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ലിഅന്ന ഇദാഅത്തുൽ വഖതി തഖ്തഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ. നമ്മൾ സമയം പാഴാക്കുമ്പോൾ നമ്മളെ അത് മുറിച്ചു കളയും. നമ്മളെ ആ ബന്ധം വിച്ഛേദിക്കുന്ന ആരുമായിട്ട്? അള്ളാഹുവും ആഖിറുമായിട്ടുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത്? സമയം പാഴാക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാലോ വൽ മൗത്തു യഖ്തഉക അനി ദുനിയാ വഅഹ്ലിഹ. മരണപ്പെട്ടു പോകുമ്പോൾ അത് നമ്മളുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്നത് ദുനിയാവും ദുനിയാവിന്റെ ആളുകളുമായിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ശരിക്കും ചിന്തിക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ മരണം നമ്മളിൽ നിന്ന് നമ്മുടെ ദുനിയാവും ദുനിയാവിന്റെ ആളുകളുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയാം, നമ്മളിൽ നിന്ന് ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യാം. പക്ഷെ സമയം പാഴാക്കുമ്പോഴോ അവിടെ അള്ളാഹുവും ആഖിറവുമായിട്ടുള്ള കണക്ഷനെയാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. അപ്പൊ ആരുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് മുറിഞ്ഞു പോകുന്നത്? സമയം പാഴാക്കുമ്പോൾ അള്ളാഹുവും അതുപോലെ തന്നെ ആഖിറവുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ മരണത്തിൽ ദുനിയാവും ദുനിയാവിന്റെ ആളുകളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലുതാരാ? ഏറ്റവും പ്രാധാന്യമുള്ളത് ആർക്കാ? അള്ളാഹുവിനും ആഖിറത്തിനുമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, സമയം പാഴാക്കുന്നത് മരണത്തിനേക്കാൾ കഠിനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം, നമ്മൾ ഒരിക്കലും ഈ ദുനിയാവിനെ കണ്ടിട്ട് വഞ്ചിതരാകരുത്. ദുനിയാവിനെ കണ്ടിട്ട് നമ്മൾ വഞ്ചിതരാകരുത്. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടല്ലോ, ഞാനിപ്പോ ഈ അടുത്തൊന്നും മരിക്കൂല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെറുപ്പമല്ലേ, ഇനിയിപ്പോ എത്ര വർഷങ്ങൾ എനിക്ക് കിടക്കുന്നുണ്ട്, എത്ര വർഷങ്ങൾ ഞാനും ജീവിക്കാനുണ്ട്. ഈ തരത്തിൽ എന്താ പറയാ, നമ്മളെ ഒരു കാര്യവും വഞ്ചിച്ച് കളയരുത്. എത്ര ആരോഗ്യമുള്ള ആളുകളും അവര് രോഗികളായിട്ടുണ്ട്. എത്ര ചെറുപ്പമുള്ള ആളുകളും അവര് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര സുരക്ഷിതമായ സ്ഥലങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചിരുന്ന ആളുകളും അവർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ദുനിയാവിന്റെ മറ്റുള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ അതിൽ വഞ്ചിതരാകരുത്. നമ്മൾ എന്തായാലും മരിക്കും, അല്ലെ? പല ആളുകളും ലോകത്തിൽ തന്നെ, വേൾഡിൽ തന്നെ ഏറ്റവും അധികം സമ്പത്ത് ഉള്ള സമ്പന്നന്മാരിൽ പല ആളുകളും തൻ്റെ ജീവിതം, ആയുസ് തീർന്നു പോവാതിരിക്കാൻ, തന്നെ മരണം പിടികൂടാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അന്വേഷിച്ച് പലതരത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ പല ആളുകളും, പല വാർത്തകളും വന്നിട്ടുള്ള കാര്യമാണ്. സത്യസന്ധ അള്ളാഹു ആലം, അവര് പല സയന്റിസ്റ്റുകളെ റിസർച്ച് നടത്തിപ്പിച്ച് അവരുടെ ചെലവിൽ സ്വന്തം ലാബുകളിൽ ഒരുപാട് കാലത്തെ പഠനങ്ങൾ നടത്തി
പല മരുന്നുകൾ ഉണ്ടാക്കാനുള്ള പെടാപ്പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ മരണം അത് അവരിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ എന്ത് പ്രവർത്തിച്ചിട്ടും എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയം നമുക്ക് വേണ്ടതില്ല. നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറയുന്നത് വെറുതെ ഒരു വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. ഒരിക്കലൊരു ഗുണവും റിസൾട്ടും കിട്ടാത്തൊരു പ്രവർത്തനമാണ്. മറിച്ച് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുക, ആ മരണം എന്തായാലും എന്നിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയ ഒരാൾ ചെയ്യുക, ആ മരണം എൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് ആ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ ഏത് സമയത്ത് മരിച്ചാലും ആ മരിക്കുന്നത് കൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥ, ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം വരാത്ത രൂപത്തിൽ നമ്മൾ എപ്പോഴും ജീവിക്കുക. അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. സലഫുകളെ പറ്റി താബിഈങ്ങൾ പറയാറുണ്ട്, അവരിൽ പല ആളുകളോടും നിങ്ങൾ ഇന്ന് വൈകുന്നേരം മരിക്കും എന്ന് അവരോട് പറയപ്പെട്ടാൽ പോലും അവർക്ക് കൂടുതലായി എന്തെങ്കിലും ഒരു അമല് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി അവരുടെ ജീവിതം അത്രയും അമലുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഒരു കാര്യവും പ്രത്യേകം ഇന്ന് മരിക്കും എന്നുള്ളത് കൊണ്ട് സ്പെഷ്യലായിട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കൂല. ആ രൂപത്തിൽ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ നമുക്ക് എത്രത്തോളം ഒരു സെക്കൻഡ് പോലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് എന്ത്? നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന അമലുകൾ. കാരണം മറ്റേത് അമലുകളും നമുക്ക് അതിനെന്ത് ചെയ്യും? ക്ഷീണം ബാധിക്കും. കുറെ നിസ്കരിച്ചാൽ സ്വാഭാവികമായിട്ടും അത് മനുഷ്യന്റെ ഫിത്രത്താണ്. ഒരുപാട് അങ്ങനെ ക്ഷീണം വരാതെ നിസ്കരിക്കാൻ ഒരുപാടൊന്നും സാധിക്കൂല, ഒരു പരിധി ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ക്ഷീണം ബാധിക്കാനൊക്കെ ഓരോ പരിമിതികളുണ്ട്. പക്ഷേ നാവ് കൊണ്ടുള്ള പ്രവർത്തനം, അത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്, അത് എത്ര നമ്മൾ അതിനെ പ്രവർത്തിപ്പിച്ചാലും ആ പ്രവർത്തിപ്പിക്കുന്നതിലെ വർധനവ് കാരണത്താൽ അതിന് ക്ഷീണം ബാധിക്കൂല. നാവിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾക്ക് ഈ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ ദീനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതായി കാണാം. ഏറ്റവും അഫ്ദലായിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് ഒരാൾ ദിക്റ് കൊണ്ട് അവന്റെ നാവ് നനഞ്ഞതായിരിക്കെ മരണപ്പെടുന്നതാണ് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില എപ്പോഴും ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവ് നനയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നാലേ നാവ് നനഞ്ഞതാവുള്ളൂ. അപ്പൊ ദിക്റ് കൊണ്ട് നനഞ്ഞതാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്റുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക. നമ്മൾക്ക് ഖുർആൻ ഹിഫ്ള് ഉണ്ടെങ്കിൽ ആ ഹിഫ്ള് നമ്മൾ എന്ത് ചെയ്യുക? പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കിപ്പോ മുസ്ഹഫ് തുറക്കാൻ പറ്റാത്ത തുറന്ന് പാരായണം ചെയ്യുന്ന ഏറ്റവും നല്ലത്, അതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അതിനെ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മറ്റു ജോലികളിലോ അടുക്കളയിലോ മറ്റു തിരക്കുകളിലൊക്കെ ആണെങ്കിൽ ഹിഫ്ളുള്ളത് എന്ത് ചെയ്യുക? പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഹൈദുള്ള സ്ത്രീകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? മനഃപ്പാടമാക്കിയത് ഓതാമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നേരത്തെ മനഃപ്പാടമാക്കി മുസ്ഹഫ് തൊടുന്നതാണ് പ്രശ്നം. ഹൈദുള്ള സ്ത്രീകൾക്ക് പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നത് മുസ്ഹഫ് രണ്ടും രണ്ടാണ്. മുസ്ഹഫ് തൊടുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. മുസ്ഹഫ് തൊടരുത് ഹൈദുള്ള സ്ത്രീകൾ. ഇനി അത്രയും അത്യാവശ്യമാണെങ്കിൽ എന്തെങ്കിലും മറ കൊണ്ട് തൊടാമെന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അലം. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്ന അങ്ങനെയല്ല. അത് നമ്മൾ പ്രത്യേകം മുമ്പ് പഠിച്ച സൂറത്തുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചു അതൊന്ന് ഓതുന്നതിൽ യാതൊരു തടസ്സവും. നമ്മളത് എന്ത് ചെയ്യണം? ഓതിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സമയം നമ്മൾ വെറുതെ കളയരുത്. ഇനി നമുക്ക് ഓതാൻ സാധിക്കൂലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മൊബൈലുകളിൽ ഓതുന്ന ഓത്തുകൾ കേൾക്കുകയെങ്കിലും ചെയ്യാറോ? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ ഖുർആൻ പാരായണം ശരിക്കും അതിന്റെ അദബുകളോടുകൂടെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവൻ പാരായണം ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ന് പഠിപ്പിച്ചത്. പക്ഷെ അത്രയും പ്രതിഫലം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്കും ഉണ്ട്. അത് നിസ്സാര വിഷയമല്ല. ഇനി നമ്മൾക്ക് എന്താ പറയാ, മറ്റുള്ള ദിക്റുകൾ ധാരാളം ഉണ്ട്.
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ നിസ്സാരമായിട്ടുള്ള വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്നുള്ള ഒറ്റ വാക്ക് അത് മീസാനെ മുഴുവൻ നിറയ്ക്കും. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈന സമാഇ വൽ അർദ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന രണ്ട് കലിമത്തുകൾ ആകാശഭൂമികൾക്കിടയിലുള്ളതിനെല്ലാം നിറയ്ക്കും. പക്ഷെ അത്രയും വലിയ അമലായിട്ടാണ് അത് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ടൊരു നിധിയാണെന്ന് പഠിപ്പിച്ചത്. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തല്ല, നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളല്ല. നമുക്ക് പറയാൻ എളുപ്പമുള്ളത് അത് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ ഫضല് കൊണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അതിന്റെ പ്രതിഫലവും വളരെ ചെറുതാണെന്നല്ല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കലിമത്താനി ഹബീബത്താനി ഇല റഹ്മാൻ. രണ്ട് കലിമത്തുകൾ അത് അള്ളാഹുവിന് അങ്ങേയറ്റം, റഹ്മാനായ റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള വാക്കുകളാണ്. തഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളാണ്. എന്നാലോ ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിനത് പറയാൻ വളരെ എളുപ്പമാണ്. ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റമദാൻ നിറയ്ക്കുക. നമുക്ക് ഓതാൻ പറ്റില്ലെങ്കിൽ ഓത്ത് വെച്ചിട്ട് നമുക്ക് കേൾക്കാലോ. നമ്മൾ ഓതി ക്ഷീണിച്ചു എന്ന് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ നോമ്പിന്റെ ക്ഷീണം ബാധിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓത്തുകൾ കേൾക്കുകയോ ഒക്കെ ചെയ്യാലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓരോ സെക്കൻഡും അത്രയും വിലപിടിപ്പുള്ളതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ഒരു സെക്കൻഡ് നമ്മൾ വെറുതെ കളയണ്ട. അല്ലെ? സലഫുകൾ എത്രത്തോളം, പല പണ്ഡിതന്മാരും അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി പേടിച്ചിട്ട് ഭക്ഷണം അരച്ച് കൂള് പോലെ ആക്കിയിട്ട്, ചില ദ്രാവകം പോലെ ആക്കിയിട്ട് അവർ ജ്യൂസ് പോലെ കുടിക്കാറുണ്ട്. കാരണം എന്താ? ചവച്ചരച്ച് ഇറക്കാനുള്ള സമയം നഷ്ടപ്പെടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും കിതാബുകൾ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മകനെ ബാത്റൂമിന്റെ പുറത്ത് നിർത്തിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഉറക്കെ വായിക്കാൻ പറയാറുണ്ട്. അത്രയും സമയം പാഴാവില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ, റമദാൻ മാസം ഖുർആന്റെ മാസം ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഖുർആന്റെ വിഷയത്തിൽ. ഖുർആൻ അങ്ങേയറ്റം പാരായണം ചെയ്യാനും അത് നമുക്കിതുപോലെ കേൾക്കാനും, അതുപോലെ തന്നെ പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കാനും, അതില്ലെങ്കിൽ അതിന്റെ ആശയം നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് തഫ്സീറുകൾ അത് വായിച്ചു നോക്കാനും, ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ സമയം ഈ റമദാനിൽ നമ്മൾ തീർക്കാൻ ശ്രദ്ധിക്കും. ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളാക്കാൻ എപ്പോഴും മറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ, അത്രയും അത്യാവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളുണ്ടാവും. സ്ത്രീകൾക്ക് വീട് വൃത്തിയാക്കുക, അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുക, ഇതൊക്കെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ, എൻ്റെ ഖുർആനോത്ത് മുടങ്ങി അത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഭക്ഷണം അത്താഴത്തിന് ഉണ്ടാക്കുക, നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുക, മറ്റുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ആൺമക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്ന പണികൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറയാം. ഒരു ഭാര്യയും ഭർത്താവും അവരൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇതുപോലെ ഖുർആൻ പാരായണത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒഴുകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ തന്നെ വീട്ടിലെ കാര്യങ്ങൾ പരമാവധി ഭർത്താവിനെ വിളിച്ച് സഹായം ചോദിക്കാതെ തന്നെ അവൾ തന്നെ പരമാവധി മുഴുവൻ അത് പൂർത്തീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഭർത്താവ് ഈ ഇബാദത്തുകൾ മുഴുകുന്ന അത്രയും പ്രതിഫലം ഈ ഭാര്യയ്ക്കും ലഭിക്കും. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു സമയം എന്ത് ചെയ്യണ്ട,
ഇപ്പോ പണിയെടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആൻ ഓത്ത് കേൾക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ പരമാവധി നമ്മൾ മുതലെടുക്കുക. എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അങ്ങനെ ഒരു സമയവും നമുക്ക് വെറുതെ പാഴായി പോകുന്ന രൂപത്തിൽ ആക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. ഒരുപാട് മടങ്ങ് ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കിട്ടുന്ന സമയമാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. മറ്റുള്ള സമയങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആകെ കൂടി പ്രവർത്തിക്കാൻ തന്ന ഒരേ ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ഇതേ ഉള്ളൂ. ഈ ഞാൻ ചിലപ്പോൾ നാളെ ഉണ്ടാവൂല, അല്ലെങ്കിൽ അടുത്ത റമദാൻ ഞാൻ ഉണ്ടാവൂല. നമുക്കതൊരു ഉറപ്പില്ലല്ലോ. എത്ര ആളുകളാണ് കഴിഞ്ഞ റമദാന് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഈ റമദാനിൽ ഇവിടെ മരണപ്പെട്ടു പോയ ഖബറാളികളായിട്ടുള്ള എത്ര ആളുകളുണ്ട്, നമുക്കറിയുന്ന ആളുകൾ. അതുപോലെ നമ്മൾ അടുത്ത റമദാനിൽ ആവില്ല എന്ന് ആരാ ഉറപ്പ് വന്നിട്ടുള്ളത്? നമുക്കും അങ്ങനെ ആവാലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബോധ്യത്തോടുകൂടെ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നമ്മൾ ഇത് നമുക്ക് കിട്ടിയ അവസാനത്തെ ചാൻസ് ആണ് എന്നുള്ള അർത്ഥത്തിൽ പരമാവധി ഏറ്റവും മാക്സിമം നമ്മളുടെ കഴിവിന്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സമയം എന്നുള്ളത്, അതിന്റെ പ്രാധാന്യം, അതിന്റെ വില ശരിക്ക് ബോധ്യപ്പെടുത്തി തരികയും ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവരിൽ നമ്മൾ ഓരോരുത്തർ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പല ആളുകളും വളരെ സങ്കടമുണ്ട് പറയാൻ, പക്ഷെ അത് ഒരുപാട് ആളുകൾ അങ്ങനെ കാണുന്നുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് പലരും ഈ റമദാൻ എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ വേണ്ടി, സമയം എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടി പല കാര്യങ്ങളിലും കഷ്ടപ്പെട്ട് പണിപ്പെട്ട് ഏർപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വെറുതെ ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മെസ്സേജുകൾ വന്നാൽ അത് നോക്കുന്നതിന് തൊട്ടല്ല, അതല്ല വിമർശിക്കുന്നത്. മറിച്ച് വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ സമയം തീർക്കാൻ വേണ്ടി, വിശപ്പ് മറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളിലും ഇനി ഹറാം ആയ കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, അത് വേറെ. അതല്ലാതെ ഒരു ഉപകാരം ഇല്ലാത്ത, നമുക്ക് ആഖിറത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രതിഫലം നൽകാത്ത, അല്ലെങ്കിൽ പ്രതിഫലം കുറച്ച് മാത്രമുള്ള അഫ്ദലല്ലാത്ത പല കാര്യങ്ങളിലും മുഴുകുന്ന പല ആളുകളുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുക, ശൈത്താന്റെ തന്ത്രങ്ങൾപ്പെട്ട വലിയൊരു തന്ത്രമാണ് അഫ്വലായിട്ടൊരു കാര്യം ഉണ്ടായിരിക്കുമ്പോൾ അതിനെ വിട്ട് അതിൻ്റെ അത്ര പ്രതിഫലമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ മുഴുക്കുക എന്നുള്ളത് ശൈത്താന്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ ശൈത്താന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഏറ്റവും മികച്ച വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ അതിനെടുക്കാതെ കുറച്ചുകൂടി പ്രതിഫലം കുറഞ്ഞ കാര്യത്തിലേക്ക് നമ്മളെ മുഴുക്കുക എന്നുള്ളത്, അത് ശൈത്താൻ നമ്മളെ പലരെയും കുടുക്കിയിട്ടുള്ള വലിയൊരു കെണിയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും പ്രതിഫലം കിട്ടുക, റമദാനിൽ ഏറ്റവും പ്രതിഫലം കിട്ടുക ഖുർആൻ പാരായണത്തിന്, ഖുർആനെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഖുർആൻ ഓതാൻ പഠിക്കുക, ഖുർആൻ കേൾക്കുക പരമാവധി. അതുപോലെ തന്നെ ഖുർആൻ നമ്മൾ പരമാവധി ഓതുക, അതിന്റെ ആശയം മനസ്സിലാക്കാൻ പരമാവധി പരിശ്രമിക്കുക. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മാസത്തെ മുഴുക്കലാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം. അപ്പോൾ പരമാവധി നമ്മൾ അതിൽ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമദാൻ ഉപയോഗപ്പെടുത്തിയ ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.